ഇഷ്ടപ്പെട്ടോ? എവിടെ ലൊക്കാനുണ്ടോ? എവിടെ ലൊക്കാനുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആയിക്കോട്ടെ ഈ ഫോട്ടോ. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആൻറ്റിക്ക് വേണ്ടിയിട്ട് തയ്ച്ചിട്ടുള്ള ചുരിദാറിൻ്റെ ഒരു കട്ടിങ് ആണ്. അളവിന് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ലൈനിങ് ചുരിദാറായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി എന്നോട് ലൈനിങ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നിസ്സാരമാണ്. നമുക്ക് ഓൾറെഡി ഇതുപോലെ മടക്കിലായിരിക്കും ലൈനിങ് മേടിക്കാൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാ ഒരു ഫോൾഡ് ഇവിടെ ഉണ്ടല്ലോ. ഇനി എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്, ഇപ്പോൾ ഈ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം 2.5 മീറ്ററോളം ഞങ്ങൾ ലൈനിങ്ങിനായിട്ട് മേടിച്ചിട്ടുണ്ട്. അതിനെ 2ആയിട്ട് മടക്കുക. അപ്പോൾ നമുക്ക് 4 ലെയർ ഓഫ് ഫാബ്രിക് വരുന്നുണ്ട്, ശരിയല്ലേ? ഓൾറെഡി ഒരു മടക്കിലായിരിക്കും ഫാബ്രിക് ഉണ്ടാവുക. അതിനെ നമ്മൾ ഒന്നും കൂടെ നീളത്തിന് മടക്കി വെക്കും. എന്നിട്ട് ഇതേപോലെ വിരിച്ചിടുക. അപ്പോൾ മോള് വശത്ത് നമ്മുടെ ഫോൾഡ് വരുന്നിടം, മടക്ക് വരുന്നിടം വരണം. അതേപോലെ സൈഡിലും നമ്മൾ നിൽക്കുന്ന വശത്തും മടക്ക് വരുന്ന പോലെ വേണം നിവർത്തിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം ആദ്യമേ എടുത്ത് വെക്കുക. ചോക്ക്, ആം ഹോൾ സ്കെയില്, സ്ട്രെയിറ്റ് സ്കെയില്, മെഷറിംഗ് ടേപ്പ്, കത്രിക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നിരുന്ന അളവ് ചുരിദാർ അനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇട്ട് കണ്ടപ്പോൾ അവളെനിക്ക് ഫീഡ്ബാക്ക് എടുത്ത് അയച്ചു തന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ലൂസുണ്ടോ, കൈക്കൊക്കെ ലൂസുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മയ്ക്ക് അതാണ് ഇഷ്ടം, കൈയുടെ നീളം മാത്രം 1 ഇഞ്ച് കുറച്ച് തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അവരുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ലൈനിങ് ചുരിദാറിൽ നമ്മൾ ആദ്യം ലൈനിങ് വേണമല്ലോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിന് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പാണ്. 1/2 ഇഞ്ച് എന്നുള്ള തയ്യൽ തുമ്പ്. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നീട്ടി ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. അളവ് ചുരിദാർ തന്ന് അതുപോലെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ വിട്ടായിരുന്നു. 7.75 ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് ആം ഹോളിൻ്റെ ലെങ്താണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. ഈ 7 ഇഞ്ച് 2 സൈഡിലുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്തിടാം ഇതേപോലെ നീട്ടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ. ഈ ചെസ്റ്റ് ലൈനിലേക്ക് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഷോൾഡറിൻ്റെ വിട്ടില്ലേ 7.75 എന്നുള്ളത്, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ആ ഹോളിൻ്റെ ലൈനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബസ്റ്റിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇവിടെ 10 ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ മെഷർമെൻറ്റ് എനിക്ക് കിട്ടിയത് അത് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ആം ഹോളും കൂടെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തയ്യൽ എവിടെയാണോ വരുന്നത് അവിടെ വേണം ടേപ്പ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ അളന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ആ വരച്ചെടുത്ത് കൂടെ അല്ല ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 9.5 വേണ്ടിയിരുന്നത്, അതുകൊണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് സ്ലിറ്റ് വരുന്നിടം വരെയുള്ള ലെങ്ത്തും ഷേപ്പ് മാർക്ക് ചെയ്യേണ്ട ലെങ്ത്തുമാണ്. അപ്പം എവിടെ നിന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഷോൾഡറിന് വേണ്ടി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തല്ലോ, ആ തയ്യൽ തുമ്പിൽ നിന്ന് വേണം നമ്മൾ ടേപ്പ് പിടിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് 20 ഇഞ്ചാണ്. ഷേപ്പിന് വേണ്ടിയിട്ട് 14 ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ മാർക്കിങ് അപ്പുറത്തെ സൈഡിലും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈനായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ 2 ലൈൻസ് നമ്മൾ കറക്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിൻ്റെ റൗണ്ടാണ്, അതായത് ഷേപ്പ് വരുന്നത്. 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മുകളിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ അവിടെയും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1.5 തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. ഇനി ഹിപ്പ് വരുന്നത്, അതായത് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ചാണ് ഞാൻ സ്ലിറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്ന എക്സ്ട്രാ തയ്യൽ തുമ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബസ്റ്റും വേസ്റ്റും ഹിപ്പും ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് വെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ ഞാൻ ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത സമയത്ത് 1/2 ഇഞ്ചായിരുന്നു ആം ഹോളിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ചോളം നമുക്ക് കുഴിച്ചെടുത്ത് വെട്ടിയാൽ മതി. ബസ്റ്റ് ലൈനിൽ ആം ഹോളിൻ്റെ ലെങ്ത് ജോയിൻ്റ് ആയി വരുന്നിടത്തു നിന്ന് ഇപ്പുറത്തേക്ക് ഓൾമോസ്റ്റ് 1 ഇഞ്ചോളം മാറ്റി ഇതേപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, ആ മാർക്ക് ചെയ്തെടുത്ത് കൃത്യം 1/2 ഇഞ്ച് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി നമുക്ക് ആ ഷേപ്പ് ഇതേപോലെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് കേട്ടോ ഫ്രണ്ടിലെ ആം ഹോള്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം അത് ശ്രദ്ധിക്കണം, ചാടിക്കറി ഫ്രണ്ട് കട്ട് ചെയ്ത് പോകരുത്. സെപ്പറേറ്റ് ഇട്ട് തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ആ സ്ലിറ്റ് ഉണ്ടല്ലോ, സ്ലിറ്റ് വരുന്ന പോർഷൻ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് 11+1 തയ്യൽ തുമ്പ് ഉൾപ്പെടെ 12 ഇഞ്ചായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് നീട്ടി വരച്ചെടുത്താൽ മതി.